പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഹിറ്റായ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനെതിരെ ഒരു പരാതി നൽകപ്പെട്ടതായി അറിയുന്നു. ഈ പാട്ടിൽ അയ്യപ്പനെ അവമതിക്കുന്നു എന്നതാണ് പരാതി. അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് പോലീസാണ്. അത് അവർ ചെയ്യട്ടെ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു കണ്ടു: നബിയെയോ അള്ളാഹുവിനെയോ ചേർത്ത് ഈ വിധം ഗാനമിറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനുള്ള മറുപടി ഇതാണ്: നബിയെയും അള്ളാഹുവിനെയും ചേർത്ത് എത്ര സിനിമാ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇന്നത്തെ സിനിമകൾ ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അതിനെതിരെ ശബ്ദിച്ചതായി കാണാനാകുമോ? ഇല്ല. കാരണം അവയിലൊന്നും അള്ളാഹുവിനെയോ നബിയെയോ ഇകയത്തുന്നില്ല. ഇനി നോക്കൂ, പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിൽ അയ്യപ്പനെ ഇകയത്തി പറയുന്നുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യപ്പനെ വിളിച്ച് സ്വർണം കട്ടവൻ ആരെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും അയ്യപ്പ ഭക്തർക്ക് പൊതുവിൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ നാമം ആ പാട്ടിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതു തന്നെയാണ്.